കഥ തുടങ്ങുന്നത് 1978 മാർച്ച് 21-നാണ്. മുംബൈയിൽ ഒരു സിനിമാ കുടുംബത്തിലാണ് റാണി ജനിച്ചത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സുഖകരമായിരുന്നില്ല തുടക്കം. അച്ഛൻ രാം മുഖർജി സംവിധായകനായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പല സിനിമകളും പരാജയപ്പെട്ടിരുന്നു. ഒരു വശത്ത് സിനിമയുടെ ഗ്ലാമർ ഉണ്ടെങ്കിലും മറുവശത്ത് കടബാധ്യതകൾ ആ കുടുംബത്തെ അലട്ടിയിരുന്നു. റാണിയാകട്ടെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വക്കീലാകാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ കുടുംബത്തെ കരകയറ്റാൻ അവൾക്ക് തന്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്നു. ആദ്യ ഹിന്ദി സിനിമയായി രാജകീയ ആയികി ബറാത്ത് വന്നപ്പോൾ റാണിയുടെ നിറത്തെക്കുറിച്ചും പൊക്കത്തെക്കുറിച്ചും ശബ്ദത്തെക്കുറിച്ചും പലരും മോശമായി സംസാരിച്ചു. ഇവൾക്കൊരു നായികയാകാനുള്ള ലുക്കില്ല എന്ന് വരെ സിനിമാ മാഗസിനുകൾ എഴുതി. പക്ഷേ റാണി തന്റെ കഴിവിൽ ഉറച്ചു നിന്നു. 1998 ഗുലാം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ സംവിധായകൻ റാണിയുടെ ശബ്ദം ഡബ് ചെയ്യാൻ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ഇത് റാണിയെ വല്ലാതെ സങ്കടപ്പെടുത്തി. എന്നാൽ കുച്ചു കുച്ചു ഹോത്താഹി എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ കരൺ ജോഹറും ഷാരൂഖ് ഖാനും റാണിയോട് പറഞ്ഞു, നിന്റെ ശബ്ദമാണ് നിന്റെ ഐഡന്റിറ്റി, അത് മാറ്റരുത്. ആ സിനിമ ഇറങ്ങിയതോടെ ഇന്ത്യ മുഴുവൻ റാണിയുടെ ശബ്ദവും സ്റ്റൈലും ഏറ്റെടുത്തു. ഏതൊരു കഥയിലും എന്ന പോലെ റാണിയുടെ ജീവിതത്തിലും വില്ലന്മാരുണ്ടായിരുന്നു. അത് പരാജയപ്പെട്ട സിനിമകളായിരുന്നു. ഒരു ഘട്ടത്തിൽ എല്ലാവരും പറഞ്ഞു റാണിയുടെ കാലം കഴിഞ്ഞെന്ന്. എന്നാൽ 2002 സാധ്യ എന്ന ചിത്രത്തിലൂടെ ഒരു ചുരിദാറുമിട്ട് മേക്കപ്പ് ഇല്ലാതെ സ്ക്രീനിൽ വന്ന റാണി ബോളിവുഡിലെ ഗ്ലാമർ സങ്കല്പങ്ങളെ തകർത്തു. പിന്നീട് ബ്ലാക്ക് എന്ന സിനിമയിലെ മിഷേൽ മക്നാനി എന്ന കഥാപാത്രമാവാൻ റാണി 7 മാസം ആംഗ്യഭാഷ പഠിച്ചു. സഞ്ജയ് ലീല ബൻസാലി പോലും അത്ഭുതപ്പെട്ടു പോയ പ്രകടനമായിരുന്നു അത്. ലോക സിനിമയിലെ തന്നെ മികച്ച 10 പ്രകടനങ്ങളൊന്നായി ടൈം മാഗസിൻ അതിനെ വിശേഷിപ്പിച്ചു. സിനിമകളുടെ തിരക്കുകൾക്കിടയിലും റാണി തന്റെ സ്വകാര്യ ജീവിതം ഒരു രഹസ്യമായി സൂക്ഷിച്ചു. ബോളിവുഡിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആദിത്യ ചോപ്രയുമായുള്ള സൗഹൃദം പ്രണയമായി മാറി. 2014 അവർ വിവാഹിതരായി. മകൾ ആതിരയുടെ ജന്മത്തോടെ താരം സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നു. എല്ലാവരും കരുതി റാണി ഇനി മടങ്ങി വരില്ലെന്ന്. പക്ഷെ 2018 ഹിച്കിയിലൂടെ അവൾ വീണ്ടും വന്നു. തൊണ്ടയിൽ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ വരുന്ന ഒരു അധ്യാപികയായ റാണി ജീവിക്കുകയായിരുന്നു ആ സിനിമയിൽ. വയസ്സ് വെറും ഒരു നമ്പറാണെന്നും കഴിവുണ്ടെങ്കിൽ എപ്പോഴും റാണിയായി തന്നെ തുടരാമെന്നും അവൾ തെളിയിച്ചു. ഇന്ന് റാണി വെറുമൊരു നടിയല്ല, ഇന്ത്യൻ സിനിമയിലെ സ്ത്രീകരുത്തിന്റെ പ്രതീകമാണ്. ഓരോ സിനിമയിലും തന്നെ വെല്ലുവിളിക്കുന്ന, തോൽക്കാൻ മനസ്സില്ലാത്ത ആ ബംഗാളി പെൺകുട്ടിയുടെ യാത്ര ഇന്നും തുടരുന്നു. സുഹൃത്തുക്കളെ, പരിഹാസങ്ങളെ അതിജീവിച്ച് സ്വന്തം ശബ്ദം കൊണ്ട് ലോകം കീഴടക്കിയ റാണി മുഖർജിയുടെ ഈ ജീവിതകഥ നിങ്ങൾക്കിഷ്ടമായോ? ഇതുപോലുള്ള കൂടുതൽ സിനിമാ വിശേഷങ്ങളും ജീവിതകഥകളും അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട റാണി മുഖർജി ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിസ്മയ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.